ബിദ്അത്ത് പ്രത്യക്ഷപ്പെടുകയും പണ്ഡിതൻ അത് കണ്ടിട്ട് അവൻ മിണ്ടാതിരിക്കുകയും ചെയ്താൽ ആ പണ്ഡിതന്റെ മേൽ അല്ലാഹുവിന്റെ ലഅനത്തുണ്ടാവും. പിന്നെ ബിദ്അഈ പ്രസ്ഥാനങ്ങളോട് കൂടിക്കൊണ്ട് നമ്മൾ ചെയ്താൽ അത് എത്രമാത്രം ഗൗരവമാണ്. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മൻ വഖറ അഹ്ല ബിദ്അ, ബിദ്അത്തിന്റെ അഹ്ലുകാരെ ഒരാൾ ബഹുമാനിച്ചാൽ ഫഖദ് അആന അലാ ഹദ്മിൽ ഇസ്ലാം, ഈ വിശുദ്ധമാവുന്ന ദീനിനെ പൊളിച്ചു കളയാം, ആ പൊളിക്കുന്നതിന്റെ മേൽ അവൻ സഹായിച്ചു. അതുകൊണ്ടാണല്ലോ മഹാന്മാരാവുന്ന അയിമ്മത്ത് പറഞ്ഞു, ഒരാൾ ബിദ്അഈകൾ മാത്രമുള്ളതായ ഒരു സ്ഥാനത്ത് താമസിക്കുന്നവനാണെങ്കിൽ അവനവിടുന്ന് പെണ്ണെട്ടൽ സുന്നത്തുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ചർച്ച ഉണ്ട്. അവിടെ മഹാന്മാർ പറഞ്ഞു അവനവിടുന്ന് പെണ്ണെട്ടൽ സുന്നത്തില്ല. കാരണം എന്തുകൊണ്ടാണ്? അവിടുന്ന് കുട്ടികളുണ്ടായിക്കാണെങ്കിൽ ആ കുട്ടികളും ബിദ്അഈ പ്രസ്ഥാനത്തിലേക്ക് പോയിക്കൊണ്ട് ബിദ്അഈ കുട്ടികളാവാൻ സാധ്യതയുണ്ട്. അത്രമാത്രം ആ കാര്യം ശ്രദ്ധിക്കണം എന്നാ മഹാന്മാരാവുന്ന അയിമ്മത്ത് പറഞ്ഞിട്ടുള്ളത്. കാരണം അത് ദീനിന്റെ ഒരു വശമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങളെ അതിലേക്ക് ആകർഷിച്ച്, കുട്ടികളെ അതിലേക്ക് ആകർഷിച്ച് ആ കുട്ടികൾ പിന്നീട് ബിദ്അഈകളാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ മഹാന്മാരാവുന്ന ഉസ്താദന്മാർ വളരെ ശക്തമായ ബിദ്അഈകളോടുള്ളതായ ആ സമീപനത്തിൽ അവർ ശക്തമായ ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ആ നിലപാട് തന്നെയാവണം നമ്മുടെ SKSFന്റെ കുട്ടികളെ നിങ്ങളൊക്കെ സ്വീകരിക്കുന്നതായ നിലപാട്. അപ്പൊ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അത് അതിന്റെ നയങ്ങൾ പറയും. അത് ഏതെങ്കിലും ഒരു പാർട്ടിനുള്ള വിദ്വേഷം കൊണ്ടിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതസംഘടനയുള്ള എതിരുകൊണ്ടിട്ടൊന്നല്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമന്റെ ജോലി അതാണ്. അത് ഇവിടെ ബിദ്അഈകൾ ഇവിടെ വരുമ്പോ ആ ബിദ്അഈ ആശയങ്ങളെ തുറന്ന് ജനങ്ങളെ മുന്നിൽ വിശുദ്ധമായ ദീനിനെ ഇവിടെ നിലനിർത്തുക. ആ ദീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച ആ ദീൻ, അതിനെ മനസ്സിലാക്കാനുള്ള മാനദണ്ഡം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ആ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാവണം ആ ദീനിനെ മനസ്സിലാക്കേണ്ടത്. ആ മാനദണ്ഡം തെറ്റി മനസ്സിലാക്കിയാൽ അവിടെയാണ് ബിദ്അത്ത് വന്നുകൂടുന്നത്. അപ്പൊ ആ നിലക്ക് നമ്മള് സുന്നത്ത് ജമാഅത്തിനോടുള്ളതായ നമ്മുടെ ഒരു ആദരവ്, ബഹുമാനം അത് നമ്മളെ മനസ്സിലുണ്ടാവണം. ബിദ്അഈ പ്രസ്ഥാനങ്ങൾ, കള്ളത്തരീഖത്തുകൾ, അവരോടുള്ളതായ ആ സമീപനം അത് പഴയ സമീപനത്തിൽ തന്നെ നമ്മൾ നിർബന്ധമായും കൊണ്ടിട്ടും ഉറച്ചു നിൽക്കണം. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ടത് SKSFന്റെ കുട്ടികളാണ്. കാരണം ഇങ്ങനത്തെ ബിദ്അഈ ആളുകളുമായിട്ട് അധികം ബന്ധപ്പെടാനുള്ളതായ സാധ്യതകൾക്കുണ്ടായതുകൊണ്ട് അവരുമായി ബന്ധപ്പെടുമ്പോൾ ആശയത്തിലേക്ക് ബിദ്അഈ ആശയങ്ങൾ കടന്നു വരാൻ സാധ്യതയുണ്ട്. അത് കടന്നു വന്നാൽ സ്വാഭാവികമായിട്ടും ക്രമേണ ഒരു ബിദ്അഈ പ്രസ്ഥാനത്തിലേക്ക് ചെന്ന് ചാടാനുള്ളതായ ഒരു സാധ്യത ഉണ്ടായതുകൊണ്ടിട്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാന്മാരാവുന്ന മുമ്പ് കുത്തുബി തങ്ങളടക്കമുള്ള മഹാന്മാരാവുന്ന 6 പണ്ഡിതന്മാർ അവർ എഴുതി ഒപ്പിട്ടതായ ഒരു പ്രത്യേകമാവുന്നതായ ഒരു ഫത്വയുണ്ട് ഇതിനെ സംബന്ധിച്ച്. അപ്പൊ ആ നിലക്ക് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ആ മുൻഗാമികൾ ഇവിടെ എങ്ങനെയാണോ ഇതിനെയൊക്കെ ഇവിടെ നടത്തിക്കൊണ്ടുപോയിട്ടുള്ളത് അതിൽ നിന്ന് ഒരു നിലക്കും വ്യതിചലിക്കാതെ അവരുടെ ആ ശരിയായ പാതയാണ് അവരുടെ ആ പാത മാത്രം പിൻപറ്റിക്കൊണ്ടിട്ടുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഈ എല്ലാ പോഷക സംഘടനകളെയും അതിനൊക്കെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമന്റെ പോഷക സംഘടനകൾക്കോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കോ ആരും നിർദ്ദേശം നൽകേണ്ട ആവശ്യമില്ല. അതിനാവശ്യമാവുന്ന നിലക്കുള്ള നിർദ്ദേശം നൽകാനും അതിനെ ശരിയായ റൂട്ടിൽ കൂടി നയിക്കാനൊക്കെ കഴിവുള്ളതായ നേതാക്കന്മാരാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമന്റെയും അതിന്റെ പോഷക സംഘടനകളുടെ ഒക്കെ നേതാക്കന്മാർ. അപ്പൊ അതുകൊണ്ട് ആ നിലക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ അതിന്റെ മഹാന്മാരാവുന്നതായ അതിന്റെ മശായിഖന്മാർ എങ്ങനെയാണോ അതിനെ നയിച്ചിട്ടുള്ളത് അതുപോലെ ഈ സംഘടനയെ നയിച്ചുകൊണ്ടുപോകാനും ഈ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ.